വെഞ്ഞാർമൂട് ഫെബ്രുവരി 24, 2025. ഒരു സാധാരണ രാവിലെ എന്ന് കരുതിയ ദിനം. പക്ഷേ 3 വീടുകളിലായി 5 ജീവനുകൾ മാഞ്ഞുപോയ ദുഃഖത്തിന്റെ ദിവസം. 21 വയസ്സുള്ള അഫാൻ മാസങ്ങളായി കടബാധ്യത, പണസമ്മർദ്ദം, കുടുംബത്തോടുള്ള അകലം ഇവയെല്ലാം ചേർന്ന് അവന്റെ മനസ്സിനെ തകർത്തിരുന്നു. ആ പുലർച്ചെ അവൻ കയ്യിൽ ഒരു ഹാമർ എടുക്കുകയായിരുന്നു. ആയുധം ഒളിപ്പിച്ചവൻ ആദ്യമായി പോയത് അവന്റെ മുത്തശ്ശിയുടെ വീട്ടിലേക്കായിരുന്നു. അതുവരെ അവളെ സംരക്ഷിച്ചിരുന്ന വീട് തന്നെ അവളുടെ അവസാന നിമിഷങ്ങൾ കണ്ടു. അതിനുശേഷം അവൻ നടന്നത് SN പുരത്തുള്ള അമ്മാവിന്റെയും അമ്മായിയുടെയും അടുത്തേക്കായിരുന്നു. വീടിന്റെ വാതിൽ തുറന്നത് മാത്രം അവിടെ ഉണ്ടായിരുന്ന ശാന്തത തന്നെ ഒരൊറ്റ ആയുധം കൊണ്ട് തകരുകയായിരുന്നു. അതിനുശേഷം അവൻ മടങ്ങി. പിന്നെ അവൻ പോയത് അവന്റെ സ്വന്തം വീട്ടിലേക്കായിരുന്നു. 13 വയസ്സുള്ള സഹോദരന്റെ അടുത്തേക്ക്. അവന്റെ ഭാവി പോലും തുടങ്ങുന്നതിന് മുൻപ് തന്നെ അത് അവസാനിക്കുകയായിരുന്നു. അവന്റെ അമ്മ ഭീകരമായി അടിയേറ്റു. എന്നാൽ അത്ഭുതകരമായി അവർ രക്ഷപ്പെട്ടു. പക്ഷേ അവരുടെ വാക്കുകൾ കേട്ടവർക്ക് ഇന്നും ആ ദുഃഖം മായുന്നില്ല. അവസാനം അവനെടുത്ത തീരുമാനം 19 വയസ്സുള്ള സ്വന്തം പ്രിയപ്പെട്ടവർ. അവൾ അവനില്ലാതെ തനിച്ചാകുമെന്ന ധാരണ അവളുടെ ജീവനം ഒരു രാത്രി കൊണ്ട് തന്നെ അകറ്റി. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം അവൻ വെഞ്ഞാർമൂട് പോലീസ് സ്റ്റേഷനിൽ ചെന്നു. ശാന്തമായി അവരോട് പറഞ്ഞു, ഞാനെല്ലാം ചെയ്തുവെന്ന്. 3 വീടുകൾ, 5 ജീവിതങ്ങൾ, ഒരു ഹാമറിന്റെ ശബ്ദം മാത്രം കേട്ട അവസാന രാത്രികൾ. ഒരു മനുഷ്യന്റെ മനസ്സിൽ ഒളിഞ്ഞിരിക്കുന്ന പൊട്ടലുകൾ കൂടിയാൽ എത്ര വലിയ ദുരന്തങ്ങളിലേക്കാണ് നയിക്കാമെന്ന് വെഞ്ഞാർമൂട് സംഭവം നമ്മളെ പഠിപ്പിച്ചു. കൂടുതൽ ക്രൈം സ്റ്റോറീസ് അറിയാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു.